ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മുട്ടയുടെ വെറൈറ്റി ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഒരു 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 2 മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ വേണ്ടത് 5 പച്ചമുളക്, 2 ചെറിയ തക്കാളി കഷ്ണങ്ങളായി അരിഞ്ഞത്, ഒരു 1/2 കപ്പ് മല്ലിയില, പിന്നെ വേണ്ടത് കാഷ്യൂനട്ടാണ്. ഞാനിവിടെ ഒരു 20 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് ക്രീമാണ്. ഞാനിവിടെ ഡബിൾ ക്രീം എടുത്തിട്ടുണ്ട്, ഒരു 150 ml, 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു റോസ്റ്റഡ് എഗ് കുറുമയ്ക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, നന്നായി ഇളക്കി ഇതിന്റെ പച്ചമണം ഒന്ന് മാറണം. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവോള വേഗം വഴന്നു കിട്ടും. സവോള ഈ ഒരു രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു കിട്ടിയാൽ മതി, ഒരുപാട് വെന്ത് പോകണ്ട. തക്കാളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് അരച്ചെടുക്കണം. ഇനി ആ സെയിം പാനിലേക്ക് നമുക്ക് നമ്മുടെ കാഷ്യൂനട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഇത് അരച്ചെടുക്കാനുള്ളതാണ്. കാഷ്യൂനട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് ഒത്തിരി തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോവും. നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. മുട്ട നന്നായിട്ട് റോസ്റ്റ് ആവണം, അല്ലെങ്കിൽ ആ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം കാണും. മുട്ട നല്ലവണ്ണം റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന അതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിക്കുവാണ്.
നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി തൈരിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ റോസ്റ്റഡ് എഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ റോസ്റ്റഡ് എഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാലപ്പത്തിന്റെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.